ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മലയാളമാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ മോഡൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡലിൽ തന്നെ ആയിരിക്കും എക്സാമിന് വരുന്നത്. അപ്പോൾ 1ാം ക്ലാസ്സുകാർക്ക് ഇൻ്റഗ്രേഷനാണ്, ഉഗ്രഥിതം. അത് 2 ദിവസമായിട്ടാണ് എക്സാം വരുന്നത്. അതിൽ മലയാളവും EVSും കൂടെ മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. ഓക്കെ, അതിലിപ്പോൾ ഫസ്റ്റ് ദിവസത്തെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഉത്ഗ്രഥിത ആദ്യത്തെ ദിവസം 1ാം ദിവസത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതാണ് ഈ ഫസ്റ്റ് ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. നോക്കൂ ഏതൊക്കെ പ്രവർത്തനങ്ങളാണെന്ന്. അപ്പോൾ അതിനു മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നോക്കാം, നമുക്ക് ഇതിലെ 5 പ്രവർത്തനങ്ങളാണ് മൊത്തത്തിലുള്ളത്. 1 തന തന താന, പിന്നെ 2ാമത്തെ പൂവും പട്ടവും, 3ാമത്തെ പൂവും കൂട്ടുകാരും, 4ാമത്തെ എത്ര എത്ര പക്ഷികൾ, 5ാമത്തെ പട്ടത്തിന്റെ കാഴ്ചകൾ. ഇത്രയാണ് ഈ ഒരു ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ എന്താണ്, മലയാളവും EVSും കൂടെ മിക്സ് ചെയ്ത് വരുന്ന പ്രവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത 2ാമത്തേതിൽ കൊടുത്തിരിക്കുന്നത് ഈ മൊത്തത്തിലുള്ളത് 2 ദിവസത്തെ ഇൻ്റഗ്രേഷൻ ആണുള്ളത്. അതിൽ 2 ദിവസത്തെ പ്രവർത്തനങ്ങളും മലയാളത്തിൽ ഏതൊക്കെയാണ് വന്നിരിക്കുന്നതെന്നും പരിസര പഠനത്തിൽ ഏതൊക്കെയാണെന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ തന തന താന, പൂവും പട്ടവും, പട്ടത്തിന്റെ കാഴ്ചകൾ, മിഴിയുടെ പൂന്തോട്ടം, മഴക്കാഴ്ചകൾ. ഇത്രയാണ് ഏതിൽ മലയാള ഭാഷയിൽ മലയാളത്തിൽ വന്നിരിക്കുന്നത്. ഇനി 2ാമത് വന്നിരിക്കുന്നത് പരിസര പഠനമാണ്. അതിൽ പൂവും കൂട്ടുകാരും, എത്ര എത്ര പക്ഷികൾ, മഴ വന്നു, വലിയ പൂക്കൾ, ചെറിയ പൂക്കൾ, പറന്ന് പറന്ന്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് 2 ദിവസമായിട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസത്തിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് 5 പ്രവർത്തനങ്ങളാണ് മൊത്തത്തിൽ ഉള്ളത്. ഓക്കെ, നോക്കാം. പിന്നെ നോക്ക്, ഹായ് പട്ടം നിറം നൽകാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം പട്ടത്തിന് കൊടുക്കാം. പിന്നെ ആകാശത്തിന് നമുക്കറിയാം ഒരു നീല നിറമായിരിക്കും എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുത്ത് എത്രത്തോളം കളർഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം അത് കളർഫുൾ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പട്ടത്തിന്. ഞാൻ എന്താ ഒരു ഇതൊക്കെ എങ്ങനെയൊക്കെ കുറച്ചൊക്കെ കളർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ലതുപോലെ കളർ ചെയ്ത് എഴുതുക. ഓക്കെ, അടുത്ത പ്രവർത്തനം ഫസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളൂ. തന തന താന, വായിക്കാം വരച്ചു ചേർക്കാം. നോക്കിക്കോ, പട്ടം പറന്നു, പാട്ടുപാടി. എങ്ങനെയാണ് പട്ടം പാട്ടുപാടിയത്? ലാ 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 എന്ന് പട്ടം പാട്ടുപാടി. പട്ടം പറന്നു, പാട്ടുപാടി, ലാ 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 ലാ. പറവ പറന്നു, പറവ പാടി. എങ്ങനെയാണ് പാടിയത്? തന തന താന. മഴ വന്നു, മഴ പാടി, പറ ചറ പറ. അപ്പോ പട്ടം പറന്നപ്പോഴത്തേക്ക് പാടിയ പാട്ട് എന്തോന്നാണ്? ലാ ലാ ലാ. പറവ പറന്നപ്പോഴത്തേക്ക് പാടിയ പാട്ട് എന്തോന്നാണ്? തന തന താന. മഴ വന്നപ്പോഴത്തേക്ക് പാടിയ പാട്ട് എന്തോന്നാണ്? ചറ പറ ചറ പറ എന്നുള്ളത്. ഇനി വരച്ച് യോജിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരും പാടിയ പാട്ട് എന്തൊക്കെയാണെന്നുള്ളതാണ് വരച്ച് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം പറവ എന്താണ് പാടിയത്? കിടപ്പുണ്ട്. പറവ എന്തോന്നാണ് പാടിയത്? തന തന താന. എന്താണ് പാടിയത്? തന തന താന. നമുക്ക് യോജിപ്പിച്ച് വരയ്ക്കാം. ഏത്? പറവ തന തന താന തന്നല്ലോ. അടുത്ത മഴ വന്നു. മഴ വന്നപ്പോഴത്തേക്ക് മഴ പാടിയത് എന്തോന്നാണ്? പറ ചറ പറ. ഇതാണ് മഴ പാടിയത്. അതെവിടെ കിടക്കുന്നത്? ആ കിടപ്പുണ്ട്. എന്താണ് പാടിയത്? ചറപറ. ചറപറ ചറപറ എന്നാണ് മഴ പാടിയത്. അടുത്തിനി ആരുണ്ട്? നമ്മളെ പട്ടമുണ്ട്. എന്തോന്നാണ് പാടിയത്? പട്ടം ലാ 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 തന്നല്ലോ. അതെവിടെ കിടപ്പുണ്ട്? ഏറ്റവും മുകളില്. പട്ടം പാടിയത് എന്തോന്നാണ്? ലാ ലാ ലാ. ഓക്കെ, ക്ലിയർ ആയ? ഇത്ര വരച്ച് ചേർക്കാനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് പട്ടം കണ്ട കാഴ്ചകൾ വരയ്ക്കൂ, നിറം നൽകൂ. പട്ടം, ഇത് നിങ്ങൾക്ക് ടെസ്റ്റിൽ തന്നെ ഉണ്ട്. പട്ടം ഇതിങ്ങനെയൊക്കെ ഉയരത്തിൽ പറന്നു പോകുന്നതും പിന്നെ അത് കണ്ട കാഴ്ചകളും ഒക്കെ
ഒരു പടം ടെസ്റ്റിൽ തന്നെ ഉണ്ട്. അത് തന്നെയാണ് ഞാനിവിടെ വച്ചിരിക്കുന്നത്. പട്ടം കണ്ട കാഴ്ചകൾ എന്തൊക്കെയെന്ന് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാ ഈ ഒരു പിക്ചറുണ്ട്, ഈ ഒരു പടമുണ്ട്. ഈ പടത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു വീടുണ്ട്, കാറുണ്ട്, ലോറിയുണ്ട്, പുഴയുണ്ട്, മീനുണ്ട്, മരങ്ങളുണ്ട്, പിന്നെ ആകാശമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഉയരത്തിൽ പറന്നു പോകുന്നതാണ്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും? അത് തന്നെയാണ് ദാ ഇവിടെ എഴുതിയിരിക്കുന്നത്. വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പൂമല കണ്ടു. അതൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ എഴുതിയിട്ടിട്ടുള്ളതേ ഉള്ളൂ. ഇതിൽ പട്ടം കണ്ട കാഴ്ചകൾ വരച്ച് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാന്നുള്ളത് എന്തൊക്കെയാണോ വരയ്ക്കാൻ അറിയാന്നുള്ളത് അത് വരച്ച് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാറ് വരയ്ക്കാൻ അറിയാം, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിഞ്ഞൂടെ? മരം വരയ്ക്കാൻ അറിയാം, മരം. അങ്ങനെ എന്തൊക്കെ വരയ്ക്കാൻ അറിയാമോ അതൊക്കെ ഒന്ന് വരച്ച് വീട് വരയ്ക്കാൻ പറ്റും ഇല്ലേ, മേഘങ്ങൾ വരയ്ക്കാൻ പറ്റും. അതൊക്കെ ഒന്ന് വരച്ച് അതിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഉള്ള പടമാണ് ഞാനിവിടെ വച്ചിരിക്കുന്നത്. ടെസ്റ്റിലുള്ളതാണ്. വരച്ച് കളർ കൊടുക്കുക. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത പ്രവർത്തനം, രണ്ടാമത്തെ പ്രവർത്തനം. പൂവും പട്ടവും പറയാം, എഴുതാം. പൂവും പട്ടവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളായിട്ട് എഴുതുക. നിങ്ങൾ എന്ത് എഴുതിയാലും അത് ശരി തന്നെയാണ്. അത് നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞ് വെച്ചിരിക്കാൻ പാടില്ല. അറിയാന്നുള്ള കാര്യങ്ങൾ എഴുതുക. എന്ത് നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. അതായത് ഇവിടെ പട്ടമാണ് ആദ്യം, പട്ടത്തിന്റെ സംഭാഷണമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീ എന്ന് മാത്രമേ ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നീ എത്ര സുന്ദരിയാ പൂവേ. പൂവിന്റെ അടുത്ത് പറയുന്നതാണ്. പൂവേ നീ എത്ര സുന്ദരിയാന്ന് പറയണം. അപ്പോ തിരിച്ച് അടുത്ത് ആരാണ് പറയേണ്ടത്? പൂവാണ് പറയേണ്ടത്. പൂ എന്തോന്നാണ് പറയുന്നത്? നിന്നെ കാണാനും നല്ല ഭംഗിയാ, നിന്നെ കാണാനും നല്ല ഭംഗിയാണ്. പട്ടം നല്ല കളർഫുൾ ആയിട്ട്, നമ്മൾ നേരത്തെ ഒരു പട്ടം കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ടല്ലേ ഇരുന്നത്. അതുപോലെ പൂവിനെ പോലെ നല്ല ഭംഗിയാണ് നിന്നെ കാണാനെന്ന് പറയണം. അപ്പൊ തിരിച്ച് പട്ടം എന്തോന്നാണ് ചോദിക്കുന്നത്? നീ എപ്പോഴും തറയിൽ തന്നെയാ അല്ലേ പൂവേ. നീ എപ്പോഴും, പൂവ് ചെടി എപ്പോഴും എവിടെയാണ്? തറയിലല്ലേ നിൽക്കുന്നത്. നീ എപ്പോഴും തറയിലാണ് അല്ലേ പൂവ് എന്ന് ചോദിക്കണം. പട്ട എപ്പോഴും ആകാശത്തായിരിക്കും കാണുന്നത് അല്ലേ, പൂവ് തറയിലും. അപ്പൊ അതിന് ചെടി എന്താണ്, പൂവ് എന്താണ് മറുപടി പറയുന്നത്? ഞാൻ എപ്പോഴും തറയിൽ തന്നെയാ, ഞാൻ എപ്പോഴും തറയിൽ തന്നെയാന്ന് പറയാൻ. ഇനിയും നമുക്ക് ഇഷ്ടംപോലെ സംഭാഷണം എഴുതാൻ പറ്റും. നമുക്ക് ആകെ കൂടെ എത്ര, നാല് സംഭാഷണം അത്ര എഴുതിയാൽ മതി. അക്കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാൻ ഇപ്പൊ ഇതിങ്ങനെ എഴുതിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് വെച്ച് എഴുതാം. ഓക്കെ, നമ്മൾ എഴുതുന്നത് തന്നെയാണ് ശരി. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത പ്രവർത്തനം എന്തോന്നാണ്? പൂവും കൂട്ടുകാരും. ഇതാ പൂവിന്റെ പടം കൊടുത്തിട്ടുണ്ട്, കുറെ കൂട്ടുകാരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആരൊക്കെയാണ് പൂവിന്റെ കൂട്ടുകാരെന്ന് എഴുതാനാണ്, നമുക്ക് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പൂവിന്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ പൂവിന്റെ അടുത്ത് ആരൊക്കെയാണ് വരുന്നത്? തേൻ കുടിക്കാൻ ആരൊക്കെ വരും? പൂമ്പാറ്റ വരും, തുമ്പി വരും, തേനീച്ച വരും. അങ്ങനെ ഉള്ള ചെറിയ പ്രാണികളെല്ലാം പൂവിന്റെ അടുത്ത് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ പൂവിന്റെ കൂട്ടുകാരെ നമുക്ക് ആരെയൊക്കെ വരയ്ക്കാം? ബട്ടർഫ്ലൈ, തേനീച്ച, തേനീച്ചയല്ലല്ലോ, ചിത്രശലഭം, തേനീച്ച, പിന്നാര്? തുമ്പി, പിന്നാരെ വരയ്ക്കാം? വണ്ട്. ഇതൊക്കെ പൂവിന്റെ കൂട്ടുകാരാണ്. ആരൊക്കെയാണ്? ചിത്രശലഭം, തേനീച്ച, തുമ്പി, വണ്ട്. ഇതൊക്കെ ആരുടെ കൂട്ടുകാരാണ്? പൂവിന്റെ കൂട്ടുകാരാണ്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തെന്താണ്? എത്ര എത്ര പക്ഷികൾ കൊക്കുകളും കാലുകളും കണ്ടെത്തി വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷികളെ നമുക്കറിയാം, ഒരുപാട് പക്ഷികളെ അറിയാം. അറിയില്ലേ? ഏതൊക്കെ പക്ഷികളെ അറിയാം? നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന കാക്ക അറിയാം, തത്ത അറിയാം, മൈന, പിന്നെന്തോന്നാണ്? കൊക്ക്, പ്രാവ്, കുരുവി, അങ്ങനെ ഒരുപാട് പക്ഷികളെ നമുക്ക് അറിയാം. പരുന്ത്, കഴുകൻ, അങ്ങനെയൊക്കെ ഒരുപാട് പക്ഷികളെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ കുറെ പക്ഷികൾ, 2-3 പക്ഷികളെ തന്നിട്ടുണ്ട്. അതിന്റെ കൊക്കും ചുണ്ടും
പിന്നെന്തോന്നാണ് കാലുകൾ ഇപ്പുറ സൈഡിൽ തന്നിട്ടുണ്ട്. അത് ആരുടേതൊക്കെയാണെന്ന് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പടം കാണുമ്പോൾ നമുക്ക് ആരെ അറിയാം? ഇത് ആരെന്ന് തോന്നുന്നുണ്ട്? ഇതാരാണ്? തത്ത അല്ലേ? ഇതിൽ തത്തയുടെ ചുണ്ടും കാലും ഏതാണ് വരുന്നത്? ഇതല്ലേ. അപ്പോ നമുക്ക് എങ്ങനെ വരയ്ക്കാം? തത്തയുടെ ചുണ്ടും കാലും ഏതാ? ഇതാണ് തത്തയുടെ അല്ലേ. രണ്ടാമത് നമുക്ക് ഇതൊന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇതാരാണ്? കഴുകനാണ് അല്ലേ. കഴുകന്റെ കൊക്കും പിന്നെന്തോന്നാണ് കാലും. അത് കാണുമ്പോഴത്തേക്ക് അറിയാം ഈ നല്ല നഖങ്ങൾ ഉള്ള കാലാണ് കഴുകൻ്റെത്. അത് കണക്ക് അതിന്റെ ചുണ്ടെന്ന് പറയുന്നത് വളഞ്ഞ് ഇരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എന്തോന്നാണ്? ജീവികളെയൊക്കെ കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് രണ്ടാമത് വരുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തത് ആരാണ്? കൊക്ക്. കൊക്കിന്റെ കാല് ഏതാണ്? നല്ല നീളമുള്ള കാൽ അല്ലേ. ഇതല്ലേ കൊക്കിന്റെ കാല്. ഓക്കെ, ഇത് 3 അപ്പോ തത്ത, കഴുകൻ, കൊക്ക്. എന്നിട്ട് ഇനി അടുത്ത് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും 2 പക്ഷികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാന്നുള്ള ഏതെങ്കിലും 2 പക്ഷികളുടെ പേര് എഴുതാൻ. ഞാൻ ഇവിടെ തത്തയും കാക്കയും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാന്നുള്ള ഏത് പക്ഷി വേണമെങ്കിലും എഴുതാം അല്ലെ. പ്രാവ് എഴുതാം, പിന്നെ എന്തോന്നാണ്, കഴുകൻ എഴുതാം, പരുന്ത് എഴുതാം, ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തെന്തോന്നാണ്? 5ാമത്തെ പ്രവർത്തനം. പട്ടത്തിന്റെ കാഴ്ചകൾ. പട്ടം ആകാശത്തൂടെ പറന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കുറെ ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് ആരൊക്കെയാണ് പട്ടം കണ്ടത് ആരൊക്കെയെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആരെയൊക്കെയാണ് കണ്ടത്? സൂര്യനെ കണ്ടു. ആദ്യത്തെ പടം ആരാണ്? ഇതാരാണ്? സൂര്യനാണ് അല്ലേ. സൂര്യനെ കണ്ടു. അടുത്ത് നോക്കൂ, ആരെയാണ് കണ്ടത്? പട്ടം മരത്തിനെ കണ്ടു. ഇത് മരത്തിന്റെ പടമല്ലേ കൊടുത്തിരിക്കുന്നത്. മരം കണ്ടു. പിന്നെ എന്ത് കണ്ടു? അടുത്ത പടത്തിൽ എന്തോന്നാണ്? മഴ കണ്ടു. അത് കഴിഞ്ഞ് അടുത്ത ആരെയാണ് കണ്ടത്? പൂവ് കണ്ടു. പിന്നെ കുറെ പക്ഷികളെ കൊടുത്തിട്ടുണ്ട്. ആരെ കണ്ടു? പറവകളെ കണ്ടു. അപ്പൊ എന്തൊക്കെ കണ്ടു പട്ടം? ആദ്യം ആരെയാണ് കണ്ടത്? സൂര്യനെ കണ്ടു, മരം കണ്ടു, മഴ കണ്ടു, പൂവ് കണ്ടു, പറവകളെ കണ്ടു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ഇന്റഗ്രേഷൻ ആദ്യത്തെ ദിവസത്തത്. ഇത്രയാണ്. അടുത്ത 2ാമത്തെ ദിവസത്തത് അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്